ഹലോ കുട്ടീസ്, അസ്സലാമു അലൈക്കും. ഇപ്പോൾ കുട്ടീസ്, ഇന്ന് ഞാൻ വേറൊരു വീഡിയോ ആയിട്ടല്ല വന്നേക്കുന്നത്. ഇന്ന് എൻ്റെ ഹസ്ബൻഡ് നിൽക്കുന്ന ദുബായിൽ ഷാർജ അബുഷാറയിലെ കുറച്ച് കാര്യങ്ങളുമായിട്ടാണ് ഫ്രണ്ട്സ് ഞാൻ വന്നേക്കുന്നത്. എല്ലാവരും ഇപ്പം ന്യൂസിലൊക്കെ കണ്ടുണ്ടാക്കി 2-3 ദിവസം കൊണ്ട് ശക്തമായ മഴയാണ് യു എയിൽ. ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് നിൽക്കുന്നിടത്ത് വെച്ചാൽ ഭയങ്കര വെള്ളം കയറി ആകെ സീനായിട്ട് നിൽക്കുകയാണ്. കാരണം അവർക്ക് കറണ്ടില്ല, പിന്നെ കുടിക്കാൻ പോലും വെള്ളമില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. ഇപ്പം എൻ്റെ ഹസ്ബൻഡും ഫ്രണ്ട്സും അളിയനൊക്കെ ആയിട്ട് അവരെ കസിൻ്റെ വീട്ടിലേക്ക് മാറാണ്. കാരണം ഇവർ നിൽക്കുന്ന ഫ്ലാറ്റിൽ കറണ്ടില്ല, പിന്നെ കുടിക്കാൻ പോലും വെള്ളം എത്തിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഈ വെള്ളപ്പൊക്കം കാരണം. അതിശക്തമായ മഴയല്ലേ. അപ്പോൾ നോക്കിക്കേ, ആ റോഡ് കാണുന്ന പോലും അത്രയ്ക്കും വെള്ളം കയറി കിടക്കുകയാണ്. ഇപ്പോൾ അബുഷാറയിലാണ് അവർ നിൽക്കുന്നത്. ഇപ്പോൾ അവരെ കസിൻ്റെ വീട്ടിലേക്ക് ഇവിടെ ദുബൈയിലേക്ക് പോവുകയാണ് ഫ്രണ്ട്സ്. ഇപ്പോൾ വണ്ടി എടുക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയാണ്. അതേ കുട്ടീസ്, നമ്മുടെ ഹസ്ബൻഡ്, നമ്മുടെ വാപ്പ, നമ്മുടെ റിലേറ്റീവ്സ്, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ ഫ്രണ്ട്സ്, ഒരുപാട് പേര് ഗൾഫ് രാജ്യങ്ങളിൽ പ്രവാസികളായിട്ട് ഒരുപാട് പേരുണ്ട്. അവർക്ക് എല്ലാവർക്കും വേണ്ടി നമുക്ക് ദുആ ചെയ്യണം. കാരണം നമ്മളെ സംരക്ഷിക്കാനും നമ്മളെ നോക്കാനും നമ്മുടെ കുടുംബത്തിനെ നോക്കാനും പോയി നിൽക്കുന്നവരാണ്. അവർക്ക് ഈ ഒരു ഇത് വന്നപ്പോൾ നമുക്ക് ആർക്കും സഹിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ അവർ കടന്നു പോകുന്നത്. പഠിച്ചവൻ അവരെല്ലാവരെയും കാത്തുകൊള്ളട്ടെ. യു എൽ ഇപ്പോൾ പറയുന്നത് വെച്ചാൽ 72 വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനൊരു മഴയും ഇങ്ങനൊരു പ്രളയവും വരുന്നതെന്നാണ്. കാരണം ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് താമസിക്കുന്ന ആ ഫ്ലാറ്റിൻ്റെ താഴത്തെ ഫ്ലോറൊക്കെ നോക്കിയാൽ ഗ്രൗണ്ട് ഫ്ലോറൊക്കെ ആകെ വെള്ളം കയറി ആകെ നാശഘോഷമായിട്ട് കിടക്കുകയാണ്. ഇപ്പോൾ അവർ കസിൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടി ഇറങ്ങി നിൽക്കുകയാണ്. വണ്ടിയില്ല പോകാൻ. വണ്ടി ഇപ്പോൾ ടാക്സി ഒന്നും ഓടാത്തത് കാരണം ടാക്സി ഇല്ല. പിന്നെ സ്വന്തം വണ്ടി എടുക്കാൻ പാടില്ല. കാരണം റിസ്ക് അല്ലേ, നമുക്ക് ഓടിച്ചു പോകാൻ റിസ്ക് ആയതുകൊണ്ട് അവരെടുത്തില്ല. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യുക. കാരണം നമ്മുടെ നാട്ടിലൊരു പ്രളയം വന്നപ്പോൾ നമ്മുടെ ഈ പ്രവാസികൾ നമുക്ക് വേണ്ടി ഒരുപാട് സഹായങ്ങൾ ചെയ്യും. നമുക്കിപ്പോൾ അവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന നമ്മുടെ കയ്യിലുള്ള ദുആ മാത്രമാണ്. നമ്മൾ പടച്ചവനോട് ദുആ ചെയ്ത് അവർക്ക് ഒരു കുഴപ്പം പറ്റാതെ പടച്ചവൻ അവരെ കാത്തുരക്ഷിക്കട്ടെ എല്ലാവരെയും. ഇപ്പോൾ കുട്ടീസ്, എല്ലാവരെയും കാത്തുരക്ഷിക്കാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് ദുആ ചെയ്യണം. കുട്ടീസ്, നിങ്ങളുടെയൊക്കെ വീട്ടിൽ പ്രവാസികളുണ്ടെങ്കിൽ എല്ലാവരും വിളിച്ച് തിരക്കുക. സേഫാണോ, അവർ ഫുഡ് കഴിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ തിരക്കുക. കാരണം അവർക്ക് ആകെ ഒരു സമാധാനം നമ്മൾ ചോദിക്കുന്നത് മാത്രമായിരിക്കും. അപ്പം എല്ലാവരെയും പടച്ചവൻ കാത്തുകൊള്ളട്ടെ. നമ്മുടെ എല്ലാവരെയും ദുആ അവർക്ക് ഉണ്ടാവട്ടെ.